ചിത്രത്തിൻ്റെ തുടക്കത്തിൽ റഷ്യയിലെ കോടീശ്വരനായ ബിസിനസ്മാൻ്റെ മകനായ നിഷിനെയാണ് കാണിക്കുന്നത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച വളരെ മോശമായ പെരുമാറ്റ രീതിയായിരുന്നു നിഷിൻ്റേത്. നൈറ്റ് പാർട്ടികളും മദ്യപാനവുമെല്ലാമായി വളരെ ലാവിഷായ രീതിയിലാണ് നിഷ് ജീവിച്ചിരുന്നത്. ബാറിലുള്ള സ്ത്രീകളെ പരിചയപ്പെട്ട് അവരുമായി കിടക്ക പങ്കിടുന്നത് നിഷിൻ്റെ പതിവ് സ്വഭാവമായിരുന്നു. അന്നേ ദിവസം അതിനു സമ്മതിക്കാതിരുന്നിരുന്ന ഒരു യുവതിയെ അവൻ തൻ്റെ കാറിൽ നിന്നും പുറത്താക്കിയിരുന്നു. അന്ന് അമിത വേഗത്തിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ വാഹനത്തിന് ഒരു പോലീസുകാരൻ കൈ കാണിക്കുകയാണ്. പതിവായി ചെയ്യുന്നത് പോലെ അവൻ ആ പോലീസുകാരനെ കൈക്കൂലി കൊടുത്ത് ഒഴിവാക്കാനായി ശ്രമിച്ചു. എന്നാൽ ആ ഒരു പോലീസുകാരൻ അതിന് വഴങ്ങിയിരുന്നില്ല. അയാൾ വാഹനത്തിന് കുറുകെ നിന്നതോടെ നിഷ് അയാളെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് തൻ്റെ വാഹനം മുന്നോട്ട് പായിച്ചു. ആ പോലീസുകാരനെ മാർഗമായി പരിക്കേറ്റതോടെ നിഷ് ജയിലിലായി. അതോടുകൂടി നിഷിനെ ജാമ്യത്തിലിറക്കാനായി അവൻ്റെ പിതാവ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ദേഷ്യത്തോടെ നിഷിനെ ശകാരിച്ചുകൊണ്ടാണ് അവൻ്റെ അച്ഛൻ അവിടെ നിന്നും തിരിച്ചു പോയിരുന്നത്. പക്ഷേ അതൊന്നും നിഷ് കാര്യമാക്കിയിരുന്നില്ല. തനിക്കെന്ത് പറ്റിയാലും തൻ്റെ അച്ഛൻ രക്ഷിക്കാൻ വരുമെന്ന് നിഷിനെ അറിയാമായിരുന്നു. മകൻ്റെ സ്വഭാവരീതി കണ്ട് നിഷിൻ്റെ അച്ഛൻ വിഷമത്തോടെ അയാളുടെ കൂട്ടുകാരിയുടെ പക്കലേക്ക് ചെന്നു. TV പ്രോഗ്രാമുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന അനസ്കാസിയയായിരുന്നു അത്. മകൻ്റെ സ്വഭാവം നേരെയാക്കാൻ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് നിഷിൻ്റെ പിതാവ് വിഷമിച്ചു. ഈ ഒരു നേരത്ത് അനസ്കാസിയയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുകയാണ്. അങ്ങനെ അവൾ ഹൊറർ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന തൻ്റെ സുഹൃത്തിൻ്റെ പക്കലേക്ക് നിഷിൻ്റെ പിതാവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ലിവ് എന്ന മനുഷ്യൻ റിയലിസ്റ്റിക്കായി സിനിമകൾ എടുത്തിരുന്ന സംവിധായകനായിരുന്നു. അങ്ങനെ നിഷിൻ്റെ സ്വഭാവം നേരെയാക്കാൻ അവർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. അന്നു രാത്രിയിലും നിഷ് പതിവ് പോലെ തന്നെ അലമ്പുണ്ടാക്കുകയും അവൻ്റെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വാഹനത്തിന് പുറകെ ഓടിയിരുന്ന അവനെ ആരോ പെട്ടെന്ന് മയക്കുവെടി വെച്ച് വീഴ്ത്തി. പിന്നീട് വിചിത്രമായ വസ്ത്രങ്ങൾ അണിഞ്ഞ നിലയിൽ അവൻ ഒരു തൊഴുത്തിലാണ് ഉണരുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നിഷിനെ മനസ്സിലായില്ല. പിന്നീട് അനുസരണക്കേട് കാണിച്ചെന്നും പറഞ്ഞ് നിഷിനെ ചാട്ടവാറുകൊണ്ട് അടിയേറ്റു. അതിനുശേഷം അവിടെയുണ്ടായിരുന്ന RTO എന്ന യുവാവ് നിഷിനെ തൊഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭീതിയോടെ നിഷ് അവിടെയുണ്ടായിരുന്ന ജനാലയിലൂടെ ചാടി ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു. താൻ എത്തിപ്പെട്ടിട്ടുള്ളത് അടിമത്തം നിർത്തലാക്കുന്നതിനും മുൻപുള്ള 1860 കാലഘട്ടത്തിലാണെന്ന് നിഷ് കണക്ക് കൂട്ടുകയാണ്. ഓടിപ്പോകുന്ന സമയത്ത് അവൻ അവിടെയുണ്ടായിരുന്ന ഗ്രാമവാസികളോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആർക്കും അവനെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനായി സാധിച്ചിരുന്നില്ല. ഭീതിയോടെ ഓടുന്നതിനിടയിൽ നിഷ് അവിടെയുണ്ടായിരുന്നൊരു തടാകത്തിലേക്ക് വീഴാനിടയായി. RTOയും കൂട്ടരും ചേർന്ന് നിഷിനെ രക്ഷിച്ച് തിരികെ തൊഴുത്തിലേക്ക് എത്തിച്ചു. എന്നാൽ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയായി നിഷിനെ പിന്നീട് ഗ്രാമവാസികൾ തൂക്കിക്കൊല്ലാനൊരുങ്ങുകയാണ്. ഭാഗ്യവശാൽ ഗ്രാമത്തിലെ തലവനായ ദിമിത്രിയുടെ മകൾ അവിടേക്ക് എത്തുകയും അവനോട് കരുണ കാണിക്കാനായി അച്ഛനോട് പറയുകയുമാണ്. അന്ന് അവളുടെ ജന്മദിനമായിരുന്നതിനാൽ ദിമിത്രി അതിനെ സമ്മതിച്ചു. ഈ ഒരു സമയത്ത് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഒരു പക്ഷി അതിലൂടെ പറന്നു പോകുന്നുണ്ടായിരുന്നു. സത്യത്തിലത് പക്ഷിയായിരുന്നില്ല. ഈ രംഗങ്ങളുടെ വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡ്രോണായിരുന്നു. യഥാർത്ഥത്തിലത് സിനിമയുടെ ഷൂട്ടിങ്ങിനായി നിർമ്മിച്ചിരുന്ന ഒരു സെറ്റാണ്. നിഷിൻ്റെ സ്വഭാവം നേരെയാക്കാൻ വേണ്ടി അനസ്കാസിയയും അവളുടെ കൂട്ടുകാരനായ ലിവും ചേർന്നൊരുക്കിയിരുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. ആ ഒരു സെറ്റിൽ പലയിടത്തും ക്യാമറകൾ വെച്ച് ലിവ് രംഗങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും നിഷിനെ ചാട്ടവാറ് കൊണ്ടടിക്കുന്നത് അവൻ്റെ പിതാവിനെ വേദനിപ്പിച്ചിരുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നിഷിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് ലിവ് അയാളെ ആശ്വസിപ്പിച്ചു. എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് ലിവ് തൻ്റെ അഭിനേതാക്കൾക്ക് തിരക്കഥയിൽ എഴുതി നൽകിയിരുന്നു. ഈ ഒരു സമയത്തെല്ലാം നിഷ് ചെയ്യുന്ന തെറ്റുകൾക്കനുസരിച്ച് അവനെ നല്ല രീതിയിൽ ചാട്ടവാറ് കൊണ്ട് അടികിട്ടിയിരുന്നു. കഠിനമായ ജോലികൾ ചെയ്താണ് നിഷ് ആ ഒരു സെറ്റിൽ ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നിഷ് ഗ്രാമത്തിൽ നിന്നും ഒരു കോഴിയെ മോഷ്ടിക്കുകയാണ്. ഈ ഒരു കുറ്റത്തിൻ്റെ പേരും പറഞ്ഞ് നിഷിൻ്റെ കൂട്ടുകാരനായ RTOയെ പിടികൂടുകയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അഭിനേതാവായിരുന്ന RTOയുടെ പുറത്ത് അടിയേറ്റുന്നതിൻ്റെ പാടുകൾ വരച്ചു. RTO പിന്നീട് നിഷിൻ്റെ പക്കലേക്കെത്തി അടിയേറ്റുന്നതിൻ്റെ പാടുകൾ അവനെ കാണിച്ചു. തനിക്ക് വേണ്ടിയാണല്ലോ RTO അടികൊണ്ടത് എന്നുള്ള ചിന്ത നിഷിനെ
വിഷമിപ്പിച്ചിരുന്നു. അഭിനേതാക്കളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അനസ്താസിയ അവരെ സെറ്റിലേക്ക് വിട്ടു. ഈ ഒരു സമയത്താണ് കുതിരപ്പുറത്ത് കയറുന്ന ലിസിയ എന്ന യുവതിയെ നിഷ് കാണുന്നത്. അവൾ ധരിച്ചിരുന്ന മോഡേണായ അടിവസ്ത്രങ്ങൾ കണ്ടത് നിഷിൽ സംശയമുളവാകാൻ കാരണമായി. നിഷിൻ്റെ കാമുകിയായി അഭിനയിക്കാനായിരുന്നു ലിസിയയെ ആ ഒരു സെറ്റിലേക്ക് അയച്ചിരുന്നത്. അവൻ അവളുടെ അടിവസ്ത്രങ്ങൾ പരിശോധിക്കാനായി ശ്രമിച്ചെങ്കിലും മറ്റു ഗ്രാമീണർ ഇടപെട്ട് അത് തടഞ്ഞു. എന്നാൽ പിന്നീട് നിഷിനെ താൻ ചെയ്തിരുന്ന പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി. അങ്ങനെ അവൻ ലിസിയയോട് മാപ്പ് പറയാമെന്ന് തീരുമാനിച്ചു. ശേഷം അവൻ ലിസിയയുടെ പക്കലേക്ക് ചെല്ലുകയും അവളോട് മാപ്പ് പറയുകയും ചെയ്തു. ദിവസങ്ങൾക്കു ശേഷം സെറ്റിൽ ഒരാഘോഷം നടക്കുന്നതായി അഭിനേതാക്കൾ അഭിനയിക്കുകയാണ്. പിന്നീട് നിഷ് പ്രണയാതുരനായി ലിസിയയുമായി സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ദിമിത്രിയുടെ മകൾ അവിടെ ഉണ്ടായിരുന്ന കായലിലേക്ക് എടുത്തു ചാടുന്നത്. തൻ്റെ അച്ഛൻ തനിക്കിഷ്ടമില്ലാത്ത കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ദിമിത്രിയുടെ മകൾ നിഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവരുടെ അഭിനയമാണെന്നുള്ള വസ്തുത അറിയാതെ നിഷോട് ചെന്ന് ദിമിത്രിയുടെ മകളെ രക്ഷിച്ചു. പിന്നീട് നിഷ് ലിസിയയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ മറ്റ് ആക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവരെല്ലാം നിഷിൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരുന്നു. അങ്ങനെ അവൻ അവിടെ നടന്നിരുന്ന പാർട്ടിയിൽ പങ്കെടുക്കാനായി ലിസിയയെ ക്ഷണിക്കുകയാണ്. പക്ഷേ ലിസിയ അത് നിരസിച്ചു. ഈ ഒരു സംഭവത്തോടു കൂടി ലിസിയയെ മെയിൻ ക്യാരക്ടറാക്കാമെന്ന് ഡയറക്ടറായ ലിവ് തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ദിമിത്രിയുടെ മകൻ ഒരു തെറ്റ് ചെയ്യുകയും അവന് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. അതോടെ ദിമിത്രി നിഷിനെ വിളിച്ചു വരുത്തി ആ കുറ്റം ഏറ്റെടുക്കാനായി പറയുകയാണ്. നല്ല ഭക്ഷണവും അധികാരങ്ങളും ഓഫർ ചെയ്തതോടെ നിഷ് അതിന് സമ്മതിച്ചു. അങ്ങനെ കുറ്റമേറ്റെടുത്ത നിഷിനെ വീണ്ടും ചാട്ടവാറടി കിട്ടുകയാണ്. ഈ ഒരു കാഴ്ച നിഷിൻ്റെ പിതാവിനെ വല്ലാതങ്ങ് വേദനിപ്പിച്ചിരുന്നു. തനിക്ക് കിട്ടിയ അധികാരങ്ങളെപ്പറ്റി സംസാരിക്കാനായി പിന്നീട് നിഷ് ദിമിത്രിയുടെ പക്കലേക്ക് ചെന്നു. എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ ദിമിത്രി ഉണ്ടായിരുന്നില്ല. അവൻ്റെ മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. നീ ഒരു മണ്ടനാണെന്നും പറഞ്ഞുകൊണ്ട് ദിമിത്രിയുടെ മകൻ നിഷിനെ ആക്രമിച്ചു. അങ്ങനെ വിഷമത്തോടെ നിഷ് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. അവിടുത്തെ സാഹചര്യങ്ങളുമായി നിഷ് പൊരുത്തപ്പെട്ടു തുടങ്ങി. അവൻ കൂടുതൽ സമയവും ലിസയ്ക്കൊപ്പമാണ് സമയം ചെലവഴിച്ചിരുന്നത്. ഒരു നാൾ ഇരുവരും നടക്കാനിറങ്ങിയ സമയത്ത് നിയന്ത്രണം വിട്ട ഒരു ഡ്രോൺ ക്യാമറ അവരുടെ പക്കലേക്ക് എത്തുകയാണ്. ലിസിയ അതിൽ നിന്നും അവൻ്റെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിച്ചു. ഭാഗ്യവശാലപ്പോഴേക്കും ടെക്നീഷ്യന്മാർക്ക് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായി സാധിച്ചിരുന്നു. ഈ ഒരു സമയത്ത് ദിമിത്രിയുടെ മക്കളായി അഭിനയിച്ചിരുന്ന അഭിനേതാക്കൾ തങ്ങളുടെ ക്യാരക്ടറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോയതിനെക്കുറിച്ച് വിഷമത്തോടെ ചർച്ച ചെയ്യുകയായിരുന്നു. കാരണം ഇപ്പോൾ ഹീറോയിൻ്റെ സ്ഥാനത്തുള്ളത് ലിസിയയുടെ ക്യാരക്ടറാണ്. എന്നാൽ പിന്നീട് അവരിരുവരും ബന്ധപ്പെടുന്ന രംഗങ്ങൾ യാദൃശികമായി നിഷും ലിസിയയും കാണാനിടയായി. ഈ ഒരു ഭാഗം സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ ഡയറക്ടറായ ലിവ് ഇരുവരെയും ആ ഒരു സെറ്റിൽ നിന്നും പുറത്താക്കി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിഷ് ലിസിയയെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ പുറത്താക്കപ്പെട്ടിരുന്ന ദിമിത്രിയുടെ മകളായി അഭിനയിച്ചിരുന്ന യുവതി ഇക്കാര്യങ്ങളെല്ലാം ഒരു ന്യൂസിൽ പരസ്യപ്പെടുത്തി. ഒരുത്തനെ തട്ടിക്കൊണ്ടുവന്നാണ് അവർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് യുവതി ന്യൂസ് ചാനലിൽ വെളിപ്പെടുത്തി. ഇത് കേട്ടപാടെ ഞങ്ങൾ ഉടൻ തന്നെ ആക്ഷൻ എടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് പോലീസും രംഗത്തെത്തി. അതോടുകൂടി എല്ലാം നിർത്താമെന്ന് നിഷിൻ്റെ പിതാവ് ലിവിനോട് പറഞ്ഞു. കുറച്ചുകൂടി സമയമുണ്ടെന്നും അതിനുള്ളിൽ എല്ലാം ശരിയാക്കാമെന്നും ലിവ് അയാൾക്ക് മറുപടി നൽകി. അതോടെ അവർ പ്ലാൻ മാറ്റുകയും ഒരു മംഗോളിയൻ അറ്റാക്ക് അവിടെ സൃഷ്ടിക്കുകയുമാണ്. അങ്ങനെ മംഗോളിയൻ വേഷധാരികളായ അഭിനേതാക്കൾ സെറ്റിലേക്ക് ചെല്ലുകയാണ്. അവർ ഗ്രാമം പിടിച്ചടക്കിയതായി അഭിനയിക്കുകയും തങ്ങൾക്കൊരു പെണ്ണ് വേണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർ സ്ക്രിപ്റ്റിലുള്ളതുപോലെ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുകയും ആ പെണ്ണിൻ്റെ അച്ഛൻ അത് എതിർക്കാനായി ശ്രമിക്കുകയുമാണ്. ഞങ്ങളുടെ പോരാളിയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായി മംഗോളിയൻ നേതാവ് ആ യുവതിയുടെ അച്ഛനോട് പറഞ്ഞു. ആ ഒരു ഫൈറ്റിൽ അവർ തിരഞ്ഞെടുത്തിരുന്ന യുവതിയുടെ പിതാവ് പരാജയപ്പെട്ടു. അങ്ങനെ അവർ അയാളുടെ തല വെട്ടിക്കളയുന്നതായി അഭിനയിക്കുകയാണ്. പിന്നീട് അവർ തിരഞ്ഞെടുത്തിരുന്നത് ലിസിയയായിരുന്നു. നിഷ് അവളെ രക്ഷിക്കുമെന്നായിരുന്നു ഡയറക്ടറായ ലിവും കൂട്ടരും കരുതിയിരുന്നത്. എന്നാൽ നിഷ് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. ഭീതിയോടെ തിരികെ പോകുന്ന സമയത്താണ് നിഷ് ആ ഒരു ഡ്രോൺ ക്യാമറ വീണ്ടും കാണുന്നത്. അതൊരു പക്ഷിയാണെന്നാണ്
നിഷ കരുതിയിരുന്നതെങ്കിലും അത് കണ്ടതോടെ എങ്ങനെയെങ്കിലും ലിസിയെ രക്ഷിക്കണമെന്നുള്ളൊരു ചിന്ത അവനിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അവൻ ഒരു കുതിരയുടെ പുറത്തു കയറി മംഗോളിയൻസുമായി ഫൈറ്റ് ചെയ്ത് ലിസിയയെ രക്ഷിക്കുകയാണ്. അങ്ങനെ അവൻ കുതിരപ്പുറത്ത് അവളെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ ഒരു സമയത്താണ് നിഷിനെ അന്വേഷിച്ച് പോലീസ് സെറ്റിലേക്ക് എത്തുന്നത്. ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നിഷ ഇവിടെയില്ലെന്നും ലിവും കൂട്ടരും പോലീസിനോട് കള്ളം പറഞ്ഞു. ഇതേ സമയം നിഷ് ലിസിയെയും കൂട്ടി സെറ്റിന് പുറത്തു കടന്ന് ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. ഇതോടുകൂടി എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നിഷ് അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സംഭവത്തോട് ലിസിയ കാര്യങ്ങളെല്ലാം നിഷിനോട് വെളിപ്പെടുത്താൻ ഒരുങ്ങിയെങ്കിലും അപ്പോഴേക്കും അവനെ മയക്കുവെടി വെച്ച് വീഴ്ത്തിയിരുന്നു. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ നിഷ് ആശുപത്രിയിലായിരുന്നു. നിനക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായെന്നും നീ 3 മാസമായി കോമയിലായിരുന്നുവെന്നും അവൻ്റെ അച്ഛൻ അവനോട് കള്ളം പറഞ്ഞു. അങ്ങനെ അവൻ തൻ്റെ പഴയ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ ഒരു സമയത്തെല്ലാം താൻ ആരെയോ മിസ് ചെയ്യുന്നതായി നിഷിന് തോന്നിയിരുന്നു. പിന്നീട് അങ്ങോട്ട് അവൻ പോലീസിനോടൊക്കെ വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ പബ്ബിൽ വെച്ച് ദിമിത്രിയുടെ മക്കളായി അഭിനയിച്ചിരുന്ന യുവാവിനെയും യുവതിയെയും കാണാനിടയായി. എന്നാൽ അവനെ അറിയാത്ത ഭാവത്തിലാണ് അവരിരുവരും നിഷിനോട് പെരുമാറിയിരുന്നത്. എന്നാൽ പിന്നീട് അവർക്ക് നിഷിനോട് സഹതാപം തോന്നുകയും ലിസയുള്ള സ്ഥലം അവന് പറഞ്ഞു കൊടുക്കുകയുമാണ്. ലിസയെ ശരിക്കും കുതിരകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ട്രെയിനറായിരുന്നു. പിന്നീട് നിഷിൻ്റെ പിതാവ് അയാളുടെ സുഹൃത്തായ അനസ്കാസിയയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പക്കലേക്കെന്ന് ലിസയെയും കൂട്ടി നിഷും എത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ട് നിഷിൻ്റെ സ്വഭാവം നേരെയാക്കിയിരുന്ന ആ ഒരു സെറ്റ് അവനെപ്പോലെയുള്ള മറ്റു കോടീശ്വരന്മാരുടെ മക്കളെ സൽസ്വഭാവം പഠിപ്പിക്കാനുള്ള ദുർഗുണ പാഠശാലയാക്കി മാറ്റുകയാണ്. അങ്ങനെ മറ്റൊരു കോടീശ്വരൻ്റെ മകനെ ആ ഒരു സെറ്റിലേക്ക് കൊണ്ടുവരുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.